ആയിട്ട് നമുക്കിന്ന് ലോക മൂവി കാണാൻ പോയാലോ? പോയിരുന്ന് സിനിമ കാണുമ്പോൾ ഒരു ത്രില്ലില്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാന്നേ, അതല്ലേ രസം. എന്നാൽ പിന്നെ പരിപ്പ് വട ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതി. പരിപ്പ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു. പിന്നെ ഇഞ്ചി, മുളക്, പിന്നെ കുതിർത്ത് വെച്ച ഈ പരിപ്പും കൂടി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് കുറച്ചായി അരച്ചെടുക്കാം. ബ്ലെൻഡറിൽ അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫുള്ളായിട്ട് അരച്ചെടുക്കാണ്ട് കുറച്ച് കുറച്ച് മണികൾ ഇങ്ങനെ അവിടെ അവിടെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് അമർത്തി നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് മുരുമുരാന്ന് പൊരിച്ചെടുക്കാം. നാട്ടിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന പോലെ എല്ലാ പടങ്ങളൊന്നും ജർമ്മനിയിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യം പടങ്ങളൊക്കെ ഇറങ്ങും. തൊട്ടടുത്തുള്ള ഗീസൺ സ്റ്റഡ് തിയേറ്ററിൽ ഇതേവരെ മലയാളം പടം ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയ 2 പടങ്ങളും മാർബൂർഗ് തിയേറ്ററിലാണ്. പിന്നെ കൂടുതൽ പേരും പോണത് ഫ്രാങ്ക്ഫർട്ട് തിയേറ്ററിലാണ്. ഇപ്പം എന്താ 2 ദിവസം കീനോ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 5 യൂറോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. ഓൾറെഡി 43 പേരെങ്ങാനും മൂവി കാണാൻ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. പക്ഷേ ഫ്രാങ്ക്ഫർട്ട് പോയി 13 യൂറോയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാമെന്നാണ് ഞാനും എൻ്റെ ഫ്രണ്ടും വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞതും ഞങ്ങൾ ചാടിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇത്രയും പറഞ്ഞു വന്നപ്പോഴേക്കും എൻ്റെ ഇത് 2ാമത്തെ സെറ്റ് പരിപ്പട കൂടിയായി. ഒരു 20 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് റെഡി ആയിട്ട് ഇറങ്ങണം. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ട് കഴിക്കാൻ. തിയേറ്ററിലും കഴിക്കാനൊക്കെ കിട്ടും. പക്ഷെ അവർ ഓഫറായിട്ട് ജംബോ പോപ്കോണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുക്കുക. അത് ഏകദേശം 18 യൂറോ, 20 യൂറോ, 14 യൂറോ, അങ്ങനെ ഓരോ റേറ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ പോയി പെട്ടെന്ന് റെഡി ആവട്ടെ. ചെറുതായിട്ട് ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അത് വാസലിനൊക്കെ തേച്ച് ഞാൻ കുഞ്ഞായിട്ട് റെഡി ആയിട്ടുണ്ട്. ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ മുടി ഒന്ന് നേരാക്കുക എന്നുള്ളത്. ഇത് രാവിലെ ചീകി ഒതുക്കിയ മുടിയാണെന്ന് ആരും കണ്ടാൽ പറയില്ല. ഒരു മാതിരി ഇരിക്കും. കൈയകത്തിട്ടാലോ അതിൽ കുടുങ്ങിയും പോകും. എങ്ങനെ പൊതുപ്പിട്ട് വെച്ച് കഴിഞ്ഞാലും ഈ സാധനം ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇങ്ങനെ ഒരു കുരുവിക്കൂട് പോലെ ഇങ്ങനെ കിടക്കും. നല്ല ടൈം ഉണ്ടായിരുന്നേ വല്ല ജെല്ല് തേച്ച് ചുരുട്ടി അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ കാണാനും ഇനിയുണ്ടാവും. നിങ്ങൾക്ക് ആർക്കും കൊണ്ടോ ഇതുപോലെ ഇങ്ങനെ നിൽക്കണം മുടി? ആകെയുള്ള ഉപയോഗം നന്നായിട്ട് കൊഴിഞ്ഞാലും അത്യാവശ്യം കാണാനുണ്ടാവും. അങ്ങനെ ഞാൻ റെഡിയായി. നമുക്കിനി ലിഡിൽ പോകാം. ഞങ്ങളുടെ സ്റ്റുഡൻറ് ഹോമിൽ നിന്ന് തൊട്ടടുത്തായി ലിഡിൽ വരുന്നത്. നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ. സാധനവും വാങ്ങിച്ച് ഇവിടുന്ന് തന്നെ ബസ് വരാനാണ് പ്ലാൻ. എന്താ വാങ്ങിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തപ്പിക്കണ്ടുപിടിക്കണം എന്താ വാങ്ങിക്കേണ്ടത് കഴിക്കാമെന്ന്. ഞങ്ങൾ നേരെ ചെന്നത് പൊട്ടറ്റോ ചിപ്സും ഗെട്രങ്കിൻ്റെയും സെക്ഷനിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ 4 പൊട്ടറ്റോ ചിപ്സ് എടുത്തു. എന്തോ ലോറൻസ് അങ്ങനെ എന്തോ പേരാ ഫിഗോ എന്നോട് പറഞ്ഞേ. ഇനി നമുക്ക് ഗെട്രങ്ക് എടുക്കാം. 1 ലിറ്ററിൻ്റെ 2 ഫ്രീ എടുത്തു. അവൻ കുടിച്ച് തീർക്കുന്ന അവൻ പറയണേ. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്ത് ഞങ്ങൾ അങ്ങ് പുറത്തിറങ്ങി. ഇപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഒരുത്തൻ ബാനോഫിൽ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ബസ് കയറി ഗീസൺ ബാനോഫിൽ പോയി അവിടുന്ന് ട്രെയിൻ പിടിച്ച് പിന്നെയും ഒരു ബസ് പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മാർബൂർഗ് തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട്. ബസ്സൊക്കെ ഇറങ്ങി ട്രെയിനൊക്കെ പിടിച്ച് വേറൊരു ബസ്സൊക്കെ കയറി ബൂർഗ് തിയേറ്ററിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങളിന്ന് സിനിമ കാണുന്ന തിയേറ്റർ. ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് ലൂസിഫർ കാണാൻ വേണ്ടിയാണ്. ആകെ ഞാൻ ജർമ്മനി വന്നിട്ട് ലൂസിഫറും പിന്നെ അതെ ലോക മൂവിയാണ് കാണാൻ പോണേ. നമ്മുടെ മലയാള പടത്തിൻ്റെ പോസ്റ്ററൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വെൽക്കം ഇൻ ലോക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പേര് കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. എന്താണാവോ മലയാളം പോസ്റ്റർ ഇവിടെ ഇടാത്തത്. പടം തുടങ്ങണത് രാത്രി 10 മണിക്കാണ്. പടം തീരാൻ ഒരു 1:30 ആവും. അടുത്ത ലോബിയിലിരുന്ന് ഐസ്ക്രീമിൻ്റെ വില കണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന ഞാനാണിത്. ഐസ്ക്രീമിന് 3.90. എന്താലേ ഞങ്ങൾ പിന്നെ QR ഒക്കെ സ്കാൻ ചെയ്ത് അകത്ത് കയറി. ഏറ്റവും പിറകിൽ മിഡിലായിട്ട് ഞങ്ങളുടെ സീറ്റ് തന്നെ. ആദ്യമായിട്ട് കണ്ട മൂവി ദൃശ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട മൂവി ഏതാണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. എൻ്റെ വീട്ടിൽ ആരും മൂവിക്ക് പോകാറില്ല. അച്ഛനമ്മയൊക്കെ പണ്ട് ഇങ്ങനെ കർട്ടനൊക്കെ കെട്ടി പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കാണിക്കാറില്ലേ, അങ്ങനെ വല്ലതും കണ്ടതാവും. എന്തായാലും കർട്ടൻ റൈസിനൊക്കെ കഴിഞ്ഞ് മൂവി തുടങ്ങി. നല്ല അടിപൊളി മൂവിയായിരുന്നു. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സും ട്രെയിനൊക്കെ മാറി കയറി റൂമിലെത്തിയപ്പോഴേക്കും ഒരു 3-3:30 കാണും. പോയി പെട്ടെന്ന് കിടന്നുറങ്ങണം. കാരണം രാവിലെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഉറങ്ങും എന്തോ നാളെ. ഇനി അത്രയേ ഉള്ളൂ. എല്ലാവർക്കും cheers.